ബിജെപിക്കും സിപിഎമ്മിനുമെതിരെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഉടൻ പുറത്തുവരുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിൽ ഉറ്റുനോക്കി കേരളം. കോൺഗ്രസിലെ അടുത്ത നേതാക്കളോട് പോലും എന്താണ് ആ വാർത്തയെന്ന് വി.ഡി. സതീശൻ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിൽ കാര്യമില്ലെന്നാണ് സിപിഎമ്മിന്റെയും ബിജെപിയുടെയും നിലപാട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിൽ കേരളം ഉറ്റുനോക്കുകയാണ്. എന്താണ് പുറത്തു വരേണ്ടിയിരിക്കുന്ന ഞെട്ടിക്കുന്ന ചില വാർത്തകൾ എന്നാണ് അറിയേണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിട്ടത്. ബിജെപിക്കും ഒപ്പം സിപിഐഎമ്മിനുമെതിരെ ശക്തമായ ചില വാർത്തകൾ തന്റെ പക്കലുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ പുറത്തുവിടും. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകർ ഒരു കാളയുമായി മാർച്ച് നടത്തിയിരുന്നു. ആ കാളയെ യാതൊരു കാരണവശാലും തിരിച്ചുവിടരുത്, അവരെ ബിജെപി ഓഫീസിന് മുമ്പിൽ തന്നെ കെട്ടിവെച്ചേക്കുക. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ, അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഈ കാളയുമായി മാർച്ച് ചെയ്യേണ്ട ഒരു അവസരം വരും എന്ന് പറഞ്ഞു. സിപിഎമ്മിനും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പാണ് വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ബിജെപിയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഉടൻ പുറത്തുവിടുമെന്ന് സന്ദീപ് വാര്യരും പറഞ്ഞിരുന്നു. അതിന് ഈ ഒരു ഉന്നത കോർ കമ്മിറ്റി അംഗത്തിന് എതിരെയുള്ള ചില വാർത്തകൾ പുറത്തുവിടും. ഈ വാർത്ത പുറത്തു വന്നാൽ ആ അംഗത്തെ, ഒരു കോർ കമ്മിറ്റി അംഗത്തിനെ പുറത്താക്കാൻ ബിജെപി അധ്യക്ഷൻ തയ്യാറാകുമോ എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഈ 2 പേരും, അതായത് ഈ വി.ഡി. സതീശനും ഒപ്പം സന്ദീപ് വാര്യനും വലിയ തരത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ബിജെപിക്കും സിപിഎമ്മിനുമെതിരെ. വരും ദിവസങ്ങളിൽ 2 പേരും ഇത് പുറത്തേക്ക് വിടും എന്നാണ് പറയുന്നത്. എന്നാൽ പുറത്തു വരട്ടെ, പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് സിപിഎമ്മും ബിജെപി നേതാക്കന്മാരുടെയും പക്ഷം. ഇന്നലെ ഈ വാർത്ത പറഞ്ഞതിന് തൊട്ട് പിന്നാലെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗൗതം മാസ്റ്റർ പ്രതികരിച്ചിരുന്നു. എന്ത് വാർത്തയായാലും പുറത്തു വരട്ടെ, വരുമ്പോൾ കാണാം എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ബിജെപിക്ക് വി മുരളീധരൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു വരട്ടെ, വാർത്ത വരട്ടെ കാണാം എന്ന നിലപാടിലായിരുന്നു. എന്തായാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്തകൾ പുറത്തുവിട്ട് പരസ്പരം വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കോൺഗ്രസും ബിജെപിയും സിപിഎമ്മും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തരത്തിൽ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അവർക്ക് എന്തായാലും മുഖം രക്ഷിച്ചേ മതിയാവുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായും അത് പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമല്ല, വലിയ തരത്തിലുള്ള ആരോപണങ്ങളായി ഉയർത്തി ഈ ബിജെപിയും ഒപ്പം തന്നെ സിപിഐഎമ്മിനെയും പ്രതിസന്ധിയിലാക്കുക എന്നൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ചില വാർത്തകൾ അവരുടെ പക്ഷത്തുണ്ടാവും. അതാണ് വലിയ തരത്തിൽ, അതായത് സാധാരണ കാണുന്ന വി.ഡി. സതീശനെ അല്ല ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിന്റെ മനോഭാവത്തിലും ശരീരഭാഷയിലും ഒക്കെ വലിയ മാറ്റമുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്റെ ജസ്റ്റർ നിങ്ങൾ കാണേണ്ട, വിലയിരുത്തേണ്ട എന്നത്. അപ്പോൾ എന്തോ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പക്ഷത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അത് എന്ന് പുറത്തുവിടും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇനി വേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ്. കാരണം ഏകദേശം ഒരാഴ്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അയാളുടെ അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പുറത്തേക്ക് പോകുന്നില്ല. ഒപ്പം ഇന്നലെ പാലക്കാട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും കൈവിട്ടു. കോൺഗ്രസ് അംഗമല്ലാത്ത ഒരാൾക്ക് സംരക്ഷണ വലയം ഒരുക്കേണ്ട ജോലി തങ്ങൾക്കില്ല എന്ന തരത്തിലേക്ക് പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തരത്തിലുള്ള ഒരു സപ്പോർട്ട് വേണ്ട അല്ലെങ്കിൽ പിന്തുണ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ തെറ്റുകഴിയില്ലാത്ത തരത്തിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലും പോർവിളികളും തുടരുകയാണ്. വരും ദിവസങ്ങളിൽ എന്ത് വാർത്തയാണ് സിപിഐഎമ്മിനെതിരെയും ഒപ്പം ബിജെപിക്കെതിരെയും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിടാൻ പോകുന്നത് നമുക്ക് കാണേണ്ടതായിട്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം ഇന്നലെയൊക്കെ തന്നെ കോൺഗ്രസിന്റെ ബാക്കിയുള്ള നേതാക്കന്മാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ പുറത്തുവിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കാൻ സമയം വേണം എന്ന് മാത്രമാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളോട് പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരു വലിയ വിവാദം പുറത്തുവിടും എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. അതേസമയം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഈ 7 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെയായും ആരും
പരാതി നൽകാനോ അല്ലെങ്കിൽ അതിജീവിത രംഗത്തെത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ്. പാർട്ടിക്കെതിരെയോ പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ ഒരു പരാമർശവും നടത്തുന്നില്ല. മാധ്യമങ്ങളെ കാണുന്നില്ല. മാധ്യമങ്ങളെ കാണുന്നതിന് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിലക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ആവശ്യമില്ലാതെ മാധ്യമങ്ങളെ കാണരുത് എന്നുള്ളൊരു നിർദ്ദേശം KPCC രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടൻ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇതിനിടയിൽ വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യും. കാരണം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ആരോപണങ്ങളുണ്ട്. കാരണം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്ന പേരിൽ ഒരു കേസ് ഇപ്പോൾ നിലനിൽപ്പുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടം പ്രതിയല്ല, പക്ഷേ ചില ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രതി ചേർക്കപ്പെട്ടവർ രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിച്ചതിന് തെളിവുണ്ട് എന്ന തരത്തിൽ ഒരു ആരോപണം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട്. ആ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കാനിടയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ശരി, BJPക്കും CPMനുമെതിരെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഉടൻ പുറത്തു വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ വാർത്ത എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം. കോൺഗ്രസിലെ അടുത്ത നേതാക്കളോട് പോലും എന്താണ് ആ വാർത്ത എന്ന് VD സതീശൻ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിൽ കാര്യമില്ലെന്നാണ് എന്നാൽ CPMന്റെയും BJPയുടെയും നിലപാട്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.